നമസ്കാരം. പശ്ചിമ ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് നിയമോപദേശം തേടി. ഗവർണർക്കെതിരെ കേസെടുത്തിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. 2 തവണ ഓഫീസിൽ വെച്ച് അപമര്യാദയായി പെരുമാറി എന്നാണ് സ്ത്രീയുടെ പരാതിയിൽ പറയുന്നത്. എന്നാൽ ജോലിയിൽ വീഴ്ച വരുത്തിയതിൽ ഗവർണർ താക്കീത് നൽകിയതിൽ കരാർ ജീവനക്കാരി പ്രതികാരം തീർക്കുന്നു എന്നാണ് വിഷയത്തിൽ രാജ്ഭവൻ നൽകുന്ന വിശദീകരണം. സത്യം എന്തുവന്നാലും ജയിക്കും എന്നും രാജ്ഭവൻ വിശദീകരണം നൽകുന്നു. ജനങ്ങളുടെ പരാതി കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയതിനായിരുന്നു ഗവർണറുടെ താക്കീതെന്നും വിശദീകരണത്തിൽ രാജ്ഭവൻ വ്യക്തമാക്കി. ലൈംഗിക ആരോപണം ഉയർന്നതിന് പിന്നാലെ പശ്ചിമ ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസ് രാജ്ഭവനിൽ പോലീസ് കയറുന്നത് വിലക്കിയിട്ടുണ്ട്. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച മന്ത്രി ചന്ദ്രിമ ഭട്ടാചാര്യ രാജ്ഭവനിൽ കയറുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി. തനിക്കെതിരായ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് ഗവർണർ സി.വി. ആനന്ദബോസ് പ്രതികരിച്ചത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിൽ വരാനിരിക്കെയാണ് ഗവർണർക്കെതിരെ രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരിയുടെ ലൈംഗിക ആരോപണം പുറത്തുവരുന്നത്. ആരോപണം ഉന്നയിച്ചതിൽ നടപടിയെടുത്ത് ഗവർണർ നിയമോപദേശം തേടിയിട്ടുണ്ട്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സത്യം വിജയിക്കുമെന്നും സി.വി. ആനന്ദബോസ് പ്രതികരിച്ചു. തന്നെ അപകീർത്തിപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ദൈവം രക്ഷിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. അതൃപ്തരായ 2 ജീവനക്കാർ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടെ നടത്തുന്ന ഗൂഢനീക്കമാണ് ഇതെന്നാണ് ഇക്കാര്യത്തിൽ ബംഗാൾ രാജ്ഭവന്റെ നിലപാട്. ബംഗാളിൽ സർവകലാശാലകളിലെ VC നിയമനത്തിലടക്കം ഗവർണറും ബംഗാൾ സർക്കാരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. പശ്ചിമ ബംഗാളിലെ സർക്കാർ എയ്ഡഡ് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനുള്ള അധികാരം ചാൻസലറായ ഗവർണർക്കാണെന്ന് ഒരിക്കൽ കൂടി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ നിയമന നടപടികൾ ത്വരിതപ്പെടുത്തിയിരുന്നു ഗവർണർ സി.വി. ആനന്ദബോസ്. ഇടക്കാല VC-മാരായി നിയമിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച 31 അധ്യാപകരിൽ 6 പേരുകൾ ചാൻസലർ എന്ന നിലയിൽ തന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ഗവർണർ അംഗീകരിക്കുകയും ബാക്കിയുള്ളവ നിരസിക്കുകയും ചെയ്തു. ഇക്കാര്യം രാജ്ഭവൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഇത്തരം വിഷയങ്ങളിൽ തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഗവർണർക്കെതിരെ അപമര്യാദയായി പെരുമാറി എന്ന ആരോപണം ഉയരുന്നത് എന്നതും ശ്രദ്ധേയമാണ്.